ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അതിൻ്റെ ക്ഷീണവും പിന്നെ ഉത്സവത്തിന് പോയ ക്ഷീണവും എല്ലാം കൂടെ ലേറ്റായി എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു മൊന്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ ചായ ഇട്ടു. ചായയുടെ കൂടെ ഇന്നലെ മേടിച്ച കപ്പലണ്ടി, ബിസ്ക്കറ്റ്, പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നമുക്കൊരു കൂട്ടുപലഹാരം ഒന്ന് വയ്ക്കാം. ഈ കൂട്ടുപലഹാരം അപ്പോൾ അതിന് മധുരമുള്ളതും എരിവുള്ളതും ഉപ്പുള്ളതും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാനതിൽ മധുരമുള്ളത് മാത്രം എടുത്ത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. 10 മണിയായപ്പം ചോറും ഇഞ്ചിക്കറിയും ചക്കക്കുരു മെഴുക്കുവരട്ടി ചോറും ഇഞ്ചിക്കറിയും ചക്കക്കുരു മെഴുക്കുവരട്ടി, അവിയൽ, ഇതൊക്കെ ഇന്നലത്തെയാണ് കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ഇന്നലത്തെ എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾക്ക് ടൗണിൽ വരെ പോകേണ്ട വന്നേ. ഞാനും അച്ഛനും കൂടെ ടൗണിൽ പോയി. തിരിച്ച് വരുന്ന വഴിക്ക് തണ്ണിമത്തൻ ജ്യൂസല്ല, തണ്ണിമത്തനൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊള്ളായിരുന്നു. മൊത്തം ഞാൻ കുടിച്ചില്ല, കൊള്ളായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ബുൾസെ ഓംപ്ലേറ്റ്. എനിക്ക് ഈ ബുൾസെ ഓംപ്ലേറ്റിന് തെറ്റിപ്പോവും. ബുൾസെ കഴിച്ചോട്ടോ. ഇതിപ്പോൾ പതിവാണ്. വീട്ടിലുള്ളപ്പോൾ മാത്രമാണ്, ഹോസ്റ്റലിൽ ചെന്നിരുന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ബുൾസെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു, ചക്കക്കുരു മെഴുക്കുവരട്ടി, ചുവന്നക തോരൻ, പിന്നെ ചുവന്നകായല്ല, ബീട്രൂട്ടും കോവയ്ക്കയും വെച്ചുള്ള തോരൻ, അവിയൽ, ഇഞ്ചിക്കറി, പിന്നെ ചിക്കൻ കറി, മോരുകറി, വെള്ളം. ഇതെല്ലാം ഇന്നലത്തെയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ഐറ്റംസ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഈ കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ വെർട്ടിക്കലി ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വെറുതെ എടുത്ത് നോക്കുവാണ് എങ്ങോട്ടാണ് ഫേസ് നോക്കേണ്ടത്, എങ്ങനെ വെച്ചാലാണ് ക്ലിയർ ആവേണ്ടതെന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുവാണ്. പക്ഷെ എങ്ങനെ എടുത്തിട്ടും എൻ്റെ നോട്ടം വേറെ ഏതോ ഒരു ആംഗിളിലോട്ട് പോകും. അതുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ തല കുലുക്കി ഇങ്ങനെ കാണിക്കുകയാണ് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം അമ്മ ഇങ്ങനെ പറയുവാണ്, തിന്നുമ്പോഴും കുളിക്കുമ്പോഴും കുടിക്കുമ്പോഴും വേറെ കുറേ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിൻ്റെ കയ്യിൽ ഫോണാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കൊല ഓർമ്മയുണ്ടോ? ഇതിലൊരു കൊല ഉണ്ടാകുന്ന കാത്തിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ. കൊലയില്ല, ഇലയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ വരുന്നതിന് മുന്നേ ഇത് മുറിച്ചു എടുത്തവർ. പിന്നെ ഈ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്മ നല്ലൊരു ചായയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇവന്മാരെ അറിയത്തില്ലേ, ഇവനെ അറിയത്തില്ലേ, ഇവനിപ്പോൾ വീടിനകത്തോട്ട് കയറുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ അകത്തോട്ട് വരുമോ അറിയാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തപ്പോൾ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പം അമ്മ എന്നെ ചീത്ത പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്, ഇട്ട് കൊടുക്കുന്നതോറും ഇതുങ്ങളൊക്കെ ഇതിനെ പെരക്കകത്തോട്ട് കയറി വരും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ശീലം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ അവന്മാരൊക്കെ വന്ന് കഴിച്ച് സന്തോഷത്തോടെ പോകുമ്പോഴത്തേക്ക് അന്തരീക്ഷമൊക്കെ മാറി കേട്ടോ. നന്നായിട്ട് മഴ വരുന്ന ഒരു ഫീലല്ല, മഴ വരുന്നുണ്ട്. മഴക്കാർക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഇരുന്നപ്പോൾ തന്നെ മഴ തുടങ്ങി. മഴ എന്നൊക്കെ പറയാൻ വേണ്ട, നല്ല അട്ടാറ് മഴയായിരുന്നു. ഇടിയും കൊല്ലിയാനും നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. ആ മഴയൊക്കെ കണ്ട് ഇനിയും വേണമെന്ന് കുളിക്കാൻ, നല്ല തണുപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തിരിക്കുകയാണ്. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെയ്യാൻ നോക്കിയതാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിനെക്കാട്ടി സൂപ്പറായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഫ്ലോപ്പായി പോയി. ഉള്ളത് പറയാമല്ലോ, ഫ്ലോപ്പായി പോയി. പിന്നെ ഇന്നലെ ഉച്ചയ്ക്കത്തെ കുറച്ച് കറികളും പിന്നെ എൻ്റെ ചിക്കൻ ഫ്രൈ വെന്തു, പക്ഷേ ഫ്രൈ ആയില്ല, അതാണ് അവസ്ഥ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങി.